10 വർഷത്തിന് ശേഷം UDF അധികാരത്തിലോട്ട് വന്നു. അപ്പം UDFന് 102 സീറ്റ് കിട്ടി. വീണ്ടും അതായത് സംസ്ഥാന ഭരണം ഏറ്റെടുക്കാൻ നിൽക്കുന്ന സമയത്ത് ഈ ഉമ്മൻചാണ്ടിയുടെ മോൻ ചാണ്ടി ഉമ്മൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പയ്ക്ക് നീതി കിട്ടി എന്നാണ് പറഞ്ഞത്. അതായത് അച്ഛന് നീതി കിട്ടി, ഉമ്മൻചാണ്ടിക്ക് നീതി കിട്ടി എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിക്ക് നീതി കിട്ടിയോ? സത്യത്തില് ചാണ്ടി ഉമ്മൻ എന്ത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഉമ്മൻചാണ്ടിക്ക് നീതി കിട്ടിയത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പുള്ളിക്ക് മന്ത്രിസ്ഥാനം പോലും കിട്ടിയില്ല, പിന്നല്ലേ അച്ഛന് നീതി. അപ്പം എങ്ങനെയാണ് നീതി കിട്ടിയതെന്ന് നമുക്കൊരു പിടിയില്ല. അന്ന് സഭയിലിട്ട് ശരിക്കും ഉമ്മൻചാണ്ടിയെ നിർത്തിപ്പൊരിച്ച TM ജേക്കബിന്റെ മോൻ നമ്മുടെ അനൂപ് ജേക്കബ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ്. ഇതിനു മുൻപും അതായത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അനൂപ് ജേക്കബ് ഇതേ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു. ആ സമയത്താണ് കോഴിക്കോടുള്ള ഒരു സ്കൂളിലെ കഞ്ഞിപ്പുരക്കകത്ത് നിന്ന് എലി ചത്ത എലിയിട്ട് ഉണ്ടാക്കിയ കഞ്ഞി അവിടുത്തെ കുട്ടികൾക്ക് കൊടുത്തൊരു സംഭവം ഉണ്ടായത്. അതിനുശേഷം അതേ പിന്നെ സ്കൂളിൽ പോയിരുന്നിട്ട് കഞ്ഞിയൊക്കെ കുടിച്ച് കാണിക്കേണ്ട ഒരു ഗതികേടുണ്ടായ ഒരു മന്ത്രി തന്നെയാണ് ഈ അനൂപ് ജേക്കബ്. അപ്പം ഒന്നാമത്തെ കാര്യം മാറിയല്ലോ. 2, ഇപ്പം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാ? ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന മന്ത്രിയാണ്. അപ്പം അന്ന് സോളാർ വിഷയം ഉയർന്ന് കത്തിയുന്ന സമയമുണ്ടല്ലോ, 2016 അവസാനമൊക്കെ എത്തിയപ്പോൾ ഈ സോളാർ വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മന്ത്രിയെ ക്രൂശിക്കുന്നതിലൊക്കെ ഒരുപാട് പങ്കുവഹിച്ച 2 വ്യക്തികൾ, 2 ആഭ്യന്തര വകുപ്പ് മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ഒന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഒന്ന് നമ്മുടെ രമേശ് ചെന്നിത്തലയും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടി നാട്ടിലില്ലാതിരുന്ന സമയത്ത് ജോപ്പനെ അറസ്റ്റ് ചെയ്യുന്നു ഒരു ദിവസം. അപ്പൊ എന്നിട്ട് ഇതൊന്നും അറിയുന്നില്ല. ഇതൊരിക്കൽ പിന്നെ മറിയാമ്മ ഉമ്മൻ തന്നെ ഒരു പ്രസംഗത്തിനിടയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ആ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് സ്പീക്കറാണ്. ഉമ്മൻചാണ്ടിക്ക് നീതി കിട്ടിയോ? ഉമ്മൻചാണ്ടിയെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച് ഉമ്മൻചാണ്ടിയുടെ ഒപ്പം വിശ്വസ്തനായിട്ട് കൂടിയാണെന്ന ഒരാളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആ തിരുവഞ്ചൂരാണ് ഉമ്മൻചാണ്ടി നാട്ടിലില്ലാതിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത്. ഏത് കേസിൽ? സോളാർ കേസിൽ. ഉമ്മൻചാണ്ടിക്ക് നീതി കിട്ടിയോ? ഇല്ല. രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രി, അതേ ഇന്ന് രമേശ് ചെന്നിത്തല അന്നും ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്, ഇന്നും ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. എവിടെ നീതി? അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തല നോക്കേണ്ടേ നീതി കിട്ടണമെങ്കിൽ? കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരാജയപ്പെടണ്ടേ നീതി കിട്ടണമെങ്കിൽ? അതിനേക്കാൾ രസകരമായ ഒരു കാര്യമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് കൊള്ളയല്ല തീവെട്ടിക്കൊള്ളയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ ഒരു നേതാവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഭരണത്തിൽ അവർക്ക് വിശ്വാസമില്ലെന്നും തീവെട്ടിക്കൊള്ളയാണ് നടക്കുന്നതെന്നും പല കാര്യങ്ങളിലും ഉത്തരവാദിത്തം പറയേണ്ടത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണെന്നും മാധ്യമങ്ങളോടടക്കം ഇന്റർവ്യൂവിലും അല്ലാതെയും പത്രസമ്മേളനത്തിലും വിളിച്ചു പറഞ്ഞ ഒരു നേതാവ് ഉണ്ടായിരുന്നു. ആ നേതാവ് ഇന്നിരിക്കുന്ന സീറ്റ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടേതാണ്, VD സതീശൻ. അപ്പൊ എവിടെയാണ് നീതി കിട്ടിയത്? എവിടെയാണ് ഉമ്മൻചാണ്ടിക്ക് നീതി കിട്ടിയത്? ഇപ്പൊ ചാണ്ടി ഉമ്മൻ ഒന്നും കൂടെ ചിന്തിക്കണം. തീർച്ചയായിട്ടും ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം ചാണ്ടി ഉമ്മൻ നോക്കുമ്പോൾ 102 സീറ്റോട് കൂടി UDF വിജയിച്ചു. അത് വിജയിക്കട്ടെ. 10 വർഷം നീണ്ടുനിന്ന് LDF സർക്കാരിന്റെ വീഴ്ച, അല്ലെങ്കിൽ LDF സർക്കാർ പരാജയപ്പെട്ടുകൊണ്ട് അടുത്ത ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നു. കേരളത്തിന്റെ ഒരു പൊതുരീതി അനുസരിച്ച് ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ UDF LDF UDF ഇങ്ങനെയാണ് പോകുന്നത്. ഇത് വന്നപ്പോൾ 2 തവണ LDF ഭരിച്ചു. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തിന് ശേഷം 2 തവണ LDF ഭരിക്കുന്നു. പിന്നെ അതിനുശേഷം UDF വീണ്ടും അധികാരത്തിൽ വരുന്നു. സ്വാഭാവികമായ നീക്കം മാത്രമാണ് നടന്നിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഒരു സ്വാഭാവിക നടപടി. അതിൽ 10 വർഷം തുടർച്ചയായി മുഖ്യമന്ത്രിയായിട്ടിരുന്ന ഒരാളെന്നുള്ള ഒരു പദവി ഉമ്മൻചാണ്ടി കിട്ടി. മനസ്സിലായില്ലേ? ഉമ്മൻചാണ്ടി പിന്നെ പിണറായി വിജയന് കിട്ടി. ഉമ്മൻചാണ്ടിക്കല്ല, പിണറായി വിജയന് കിട്ടി. അപ്പം ഇവിടോട്ട് വന്ന് ഉമ്മൻചാണ്ടി ഈ കാലയളവിൽ 2000 ഈ ഭരണകാലം 26 വരെയുള്ള കാലയളവിനിടയ്ക്കാണ് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത്. അപ്പൊ അങ്ങനെ മരണപ്പെട്ടു പോയത് അദ്ദേഹത്തിന് രോഗാതുരമായ അവസ്ഥ കൊണ്ട് രോഗമായിരുന്നല്ലോ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ട് ഇദ്ദേഹത്തിന്റെ മരണത്തിന് ആരാണ് ശരിക്കും ഉത്തരവാദികൾ? അദ്ദേഹം വയ്യാതിരിക്കുന്ന കാലത്ത്, അതായത് ഉമ്മൻചാണ്ടി MLA ആയി അദ്ദേഹം ആകെപ്പാടെ ഒരു അസുഖബാധിതനായി അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച ഒരു സർക്കാരുണ്ടെങ്കിൽ ആ സർക്കാരിന്റെ പേര് പിണറായി വിജയൻ സർക്കാരാണ്, ഇടതുപക്ഷ സർക്കാരാണ്. അപ്പം ഇടത് സർക്കാരാണ് ശരിക്കും ഉമ്മൻചാണ്ടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തത്. എന്നിട്ട് ആ ഉമ്മൻചാണ്ടിക്ക് വേണ്ട ചികിത്സ,
വീണ ജോർജുമായിട്ട് ഇടപെട്ടുകൊണ്ട് കൃത്യമായി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുന്നു. ദിനം വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ, ഒരു നേതാവ് ഉണ്ടെങ്കിൽ ആ നേതാവിന്റെ പേര് പിണറായി വിജയൻ എന്നാണ്. എല്ലാ കാര്യങ്ങളും ദിവസേന വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ പറയുന്നത് ചാണ്ടി ഉമ്മൻ തന്നെ അദ്ദേഹത്തിന്റെ അടക്ക സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. അല്ലാതെ ഇത് പൊതുജനം അറിയുന്ന ആ വഴിക്ക് തന്നെയാണ്, അല്ലാതെ വേറെ ആരും പത്രക്കാരും എഴുതിയൊന്നുമല്ല, അല്ലെങ്കിൽ പിണറായിയുടെ വിശ്വസ്തന്മാര് പിണറായിക്ക് PR വർക്ക് ചെയ്തതല്ല. അപ്പം ഇത്രയും ചെയ്ത് കൊടുത്ത സമയത്തും ഇവിടെ പറയുന്ന നീതി കിട്ടി എന്ന് പറഞ്ഞാൽ, അപ്പം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവിന് നീതി കിട്ടണമെങ്കിൽ കെ മുരളീധരൻ മന്ത്രിയാകാൻ പാടില്ലായിരുന്നു, ആരോഗ്യവകുപ്പ് മന്ത്രി. കാരണം എന്താ? കെ മുരളീധരൻ DIC എന്ന് പറയുന്ന പാർട്ടി രൂപീകരിക്കുന്ന സമയത്ത് പൊതുവേദിയിൽ എറണാകുളത്ത് നിന്നുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞ വാചകങ്ങളുണ്ട്. ഉമ്മൻചാണ്ടി, നിങ്ങൾ കരിഞ്ചന്തക്കാരുടെയും കൊള്ളക്കാരുടെയും ഏജന്റാണ് എന്ന് വിളിച്ചു പറഞ്ഞു. നിങ്ങൾ വികലാംഗരെയും ആലംബഹീനരെയും തെരുവിലിറക്കിയവനാണ് എന്ന് വിളിച്ചു പറഞ്ഞു. ഇത് വിളിച്ചു പറഞ്ഞ ആളുടെ പേര് കെ മുരളീധരൻ എന്നാണ്. ആ കെ മുരളീധരൻ ഇന്ന് ഈ പറയുന്ന UDFന്റെ മന്ത്രിസഭയിൽ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഇതൊക്കെയാണ് ഉണ്ടായ ഈ പറയുന്ന നമുക്കറിയാമല്ലോ AK ആന്റണി മുതലക്കണ്ണീർ ഒഴുകിയില്ലേ അദ്ദേഹം മരിക്കുന്ന സമയത്ത്. അവർ തമ്മിൽ വലിയ സ്നേഹമൊക്കെ ആയിരുന്നു. ഇവരെല്ലാം കൂടെ ഒരുമിച്ച് നിന്നിട്ടാണ് കെ കരുണാകരനെ വെട്ടി താഴെ ഇറക്കിയത്. അപ്പൊ അതിനുശേഷം ഇദ്ദേഹത്തെ ഈ പറയുന്ന AK ആന്റണി ഉമ്മൻചാണ്ടി ഒഴിവാക്കാൻ വേണ്ടി കള്ളക്കളി കളിച്ചിട്ടുണ്ട്. അപ്പോഴും ഇവിടെയും എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഉമ്മൻചാണ്ടിക്ക് എവിടെയാണ് നീതി കിട്ടിയത്? ഉമ്മൻചാണ്ടിയെ ക്രൂശിച്ചവരല്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഉമ്മൻചാണ്ടിയെ കുറിച്ച് കേട്ടാൽ അറയ്ക്കുന്ന അനാവശ്യം പറഞ്ഞു വരുത്തിയ ഒരു ചക്കരപ്പെണ്ണിന്റെ മുതലാളിയുണ്ട്. ആ മുതലാളി കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തനായി എന്നുള്ളതായിരിക്കും ഉമ്മൻചാണ്ടിക്ക് നീതി കിട്ടി എന്നുള്ളതിന്റെ തെളിവ്, അല്ല വേറൊന്നുമല്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉമ്മൻചാണ്ടിയെ ഏറ്റവും അധികം പീഡിപ്പിച്ചിട്ടുള്ളതും ക്രൂരമായി മാനസിക പീഡനം ഏൽപ്പിച്ചിട്ടുള്ളതും കോൺഗ്രസിൽ നിന്ന് തന്നെയുള്ള നേതാക്കന്മാർ തന്നെയാണെന്നേ, അല്ലാതെ വേറെ ആരുമല്ല. കോൺഗ്രസിലെ നേതാക്കന്മാർ തന്നെയാണ്. ഈ പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആണെങ്കിലും, രമേശ് ചെന്നിത്തല ആണെങ്കിലും, നമ്മുടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആണെങ്കിലും, ഈ പറയുന്ന കെ മുരളീധരൻ ആണെങ്കിലും, അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ശുദ്ധനാണ് കേട്ടോ, അനൂപ് ജേക്കബ്. അദ്ദേഹത്തിന്റെ അച്ഛൻ TN ജേക്കബ് ആണെങ്കിലും എന്ന് വേണ്ട ഒരു നിര എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം ഉമ്മൻചാണ്ടിയുടെ പതനം കാണാൻ വേണ്ടി കാത്തുകെട്ടിയിരുന്നവരാണ്. ആ കാത്തുകെട്ടിയിരുന്നവരെല്ലാം വിജയിച്ച് മന്ത്രിസ്ഥാനങ്ങളിലും ഈ പറയുന്ന പല സ്ഥാനങ്ങളൊക്കെ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ചാണ്ടി ഉമ്മന് തോന്നുന്നത് ഉമ്മൻചാണ്ടിക്ക് നീതി കിട്ടി. നമ്മൾ പറയും, അല്ലെ ഞാൻ പറയും, ഉമ്മൻചാണ്ടിക്ക് നീതി കിട്ടിയിട്ടില്ല. ഉമ്മൻചാണ്ടിക്ക് നീതി കിട്ടണമായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി BD സതീശനാകാൻ പാടില്ലായിരുന്നു. ഇത്തവണ UDF മന്ത്രിസഭ അധികാരത്തിൽ കയറാൻ പാടില്ലായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ UDF കാര്യം എന്താ? UDF അധികാരത്തിൽ കയറിയാൽ ഈ പറഞ്ഞ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയ സകലമാന ആൾക്കാരും അധികാര സ്ഥാനങ്ങളിലേക്ക്, താക്കോൽ സ്ഥാനങ്ങളിലേക്ക് വരികയാണ് ഇപ്പൊ വന്ന പോലെ. പിന്നെ അതുകൊണ്ടല്ലേ അപ്പം ഉമ്മൻചാണ്ടിക്ക് നീതി കിട്ടിയില്ല എന്ന് നമ്മൾ നിസ്സംശയം ഇക്കാര്യത്തിൽ പറയേണ്ടി വരും. ചാണ്ടി ഉമ്മൻ പറയുന്ന പോലെ ഇനി അഥവാ നീതി കിട്ടണമായിരുന്നെങ്കിൽ ഈ പറയുന്ന ചാണ്ടി ഉമ്മൻ ഒരു മന്ത്രിയാകണമായിരുന്നു, അല്ലെ? ഇവിടേക്ക് 85,000 രൂപ വിലയുള്ള സൈക്കിളിലാണ് MLA അതായത് നിയമസഭയിലേക്ക് വരുന്നത്. അച്ഛന്റെ ചിത്രം, അതായത് ഉമ്മൻചാണ്ടിയുടെ പടമുള്ള ഷർട്ടും ഒക്കെ ഇട്ടിട്ടാണ് അദ്ദേഹം സഭയിലെത്തി ഇത് നടത്തിയത്, അല്ലെ? അപ്പം അവിടെ ശരിക്കും പറഞ്ഞാൽ അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ടെന്ന്. ഇപ്പം ഇന്നലെ രാജീവ് ഗാന്ധിയുടെ സ്മരണ ദിനമായിരുന്നു. അപ്പോൾ ആ രാജീവ് ഗാന്ധിയുടെ മകനാണല്ലോ രാഹുൽ ഗാന്ധി. അപ്പൻ്റെ ആഗ്രഹം അനുസരിച്ച്, അല്ലെ പപ്പയുടെ ആഗ്രഹം അനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകും, അതിനനുസരിച്ച് രാജ്യത്തെ ഇതിലേക്ക് കൊണ്ടുവരും എന്നൊക്കെ രാഹുൽ ഗാന്ധി അച്ഛന് കൊടുത്ത ഉറപ്പുണ്ട് രാജീവ് ഗാന്ധിക്ക്. സത്യം പറഞ്ഞാൽ ഇപ്പം രാജീവ് ഗാന്ധി ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ കാലത്തിലേക്ക് അദ്ദേഹത്തിന് ആയുസ് നീട്ടി കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ രാഹുൽ ഗാന്ധിയെ തള്ളി പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ രാജീവ് ഗാന്ധി ആയിരുന്നു. അത്രയും ആയുസ് ഈ രാജീവ് ഗാന്ധിക്ക് നീട്ടി കിട്ടിയിരുന്നെങ്കിൽ, പക്ഷെ പറയാതിരിക്കുന്ന മോശം, അല്ലെ പറയുന്ന മോശമായിരിക്കും, എങ്കിലും പറയുമോ, ഇന്ന് രാജീവ് ഗാന്ധി ഈ രാഹുൽ ഗാന്ധിയുടെ കാലത്തിലേക്ക് ഈ കാലം വരെ അദ്ദേഹത്തിന് പ്രായം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും രാഹുൽ ഗാന്ധി അടിച്ചിട്ടിലേക്ക് വിട്ടേനെ, ഉറപ്പായിട്ടും. കാര്യം ആ പാർട്ടിയെ ഇല്ലാതാക്കി കുളം തോണ്ടി മുച്ചൂട് നശിപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്നിട്ട് പറയാണ് ഞാൻ അച്ഛൻ്റെ ആഗ്രഹം അനുസരിച്ച് രാജ്യത്തെ അങ്ങ് പുനർനവീകരിക്കുന്നു. നടക്കുന്ന കാര്യമല്ലോ ആണോ? നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്ന പോലെയാണ്. ചാണ്ടി ഉമ്മന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. അച്ഛന്റെ പവറിൽ ജീവിച്ചു പോവുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. ഇപ്പം നല്ല കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഫ്ലെക്സ് ഒട്ടിച്ചില്ല, മറ്റേ ഇത് ഒട്ടിച്ചില്ല, പക്ഷെ ഫ്ലെക്സിന് അതിനൊക്കെ കാശ് മുടക്കി. വേറെ ആണെന്നില്ല, KPC അധ്യക്ഷനാവാൻ വേണ്ടിയിട്ട് അതിനൊക്കെ കാശ് മുടക്കി, മന്ത്രിയാകാൻ കഴിഞ്ഞില്ല. അത് ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരാജയമാണ്,
വലിയൊരു പരാജയം. കാര്യം ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ട് പോലും മുഖ്യമന്ത്രിയാകാൻ അല്ലെങ്കിൽ മന്ത്രിയാകാൻ കഴിയാതെ പോവുക എന്ന് പറഞ്ഞാൽ ചാണ്ടിയുമ്മനെ സംബന്ധിച്ചൊരു വലിയ പരാജയമാണ്. ആ പരാജയത്തിനായി നിൽക്കുന്ന ഒരാൾക്ക് പിന്നെ അച്ഛന് നീതി കിട്ടി എന്ന് പറയുകയല്ലാതെ പിന്നെ വേറെ എന്താ ഗതി? അല്ലെ, അക്ഷരാർത്ഥത്തിൽ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുവാണെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതാവും ശരി.